ബംഗാൾ രാഷ്ട്രീയത്തിലെ അയൺ ലേഡി മമതാ ബാനർജിയെ അവരുടെ സ്വന്തം തട്ടകത്തിൽ ചെന്ന് വിറപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് കരുതിയവർക്ക് മുമ്പിൽ അവരെ തുടർച്ചയായി 2 തവണ മുട്ടുകുത്തിച്ച അജയനായ പോരാളി. നന്ദിഗ്രാമിലെ ചതുരംഗക്കളത്തിൽ തുടങ്ങിയ ആ പോരാട്ടം 2026 മമതയുടെ കോട്ടയായ ഭവാനിപ്പൂര് പോലും തകർത്തെറിഞ്ഞുകൊണ്ട് സുവേന്ദു അധികാരി പൂർത്തിയാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ കരുത്തും അതിലുപരി അചഞ്ചലമായ പോരാട്ടവീര്യവും കൈമുതലുള്ള ഈ 55-കാരൻ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. 1970 ഡിസംബർ 15 പൂർവ്വ മേദിനിപൂരിലെ കാർക്കുലി ഗ്രാമത്തിലാണ് സുവേന്ദുവിൻ്റെ ജനനം. ബംഗാൾ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അധികാരി കുടുംബത്തിലെ പിൻഗാമി. പിതാവ് ശിശിർ അധികാരി മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. സഹോദരങ്ങളും രാഷ്ട്രീയത്തിൽ സജീവം. പക്ഷേ സുവേന്ദുവിന് കിട്ടിയത് പാരമ്പര്യമായി ലഭിച്ച കസേര ആയിരുന്നില്ല, മറിച്ച് പോരാടി നേടിയെടുത്ത പദവികളായിരുന്നു. സുവേന്ദുവിൻ്റെ രാഷ്ട്രീയ ജീവിതം 1995 കോൺഗ്രസ് കൗൺസിലറായിട്ടാണ് ആരംഭിച്ചത്. പിന്നീട് 1998 അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർത്തു. മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്ത കമാൻഡറായിരുന്നു ആ സമയത്ത് അദ്ദേഹം. 2007 ചരിത്ര പ്രസിദ്ധമായ നന്ദിഗ്രാം ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ സമരത്തിൻ്റെ ബുദ്ധികേന്ദ്രം സുവേന്ദുവായിരുന്നു. അന്ന് മമതയെ അധികാരത്തിലെത്തിക്കാൻ സുവേന്ദു ഗ്രാമങ്ങൾ തോറും അലഞ്ഞു. മമതയുടെ പിൻഗാമിയായി സുവേന്ദുവിനെ ഏവരും കണ്ട നാളുകളായിരുന്നു ആ സമയം. പക്ഷേ മരുമകൻ അഭിഷേക് ബാനർജി പാർട്ടിയിൽ പിടിമുറുക്കിയതോടെ സുവേന്ദു പതുക്കെ തഴയപ്പെട്ടു. ആത്മാഭിമാനം മുറിപ്പെട്ട ആ പോരാളി അന്നൊരു ശപഥം ഏറ്റെടുത്തു: മമതാ ബാനർജിയെ ഞാൻ മുൻ മുഖ്യമന്ത്രിയാക്കും. 2025 അദ്ദേഹം BJPയിൽ ചേർന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മുൻഗുരുവായ മമതാ ബാനർജിക്കെതിരെ നന്ദിഗ്രാമിൽ അദ്ദേഹം മത്സരിച്ചു. വോട്ടെണ്ണൽ ദിവസം അവസാന നിമിഷം വരെ നീണ്ട നാടകീയ പോരാട്ടത്തിലൂടെ 1956 വോട്ടുകൾക്ക് അദ്ദേഹം മമതയെ പരാജയപ്പെടുത്തി. ബംഗാളിലുടനീളം തൃണമൂൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും സുവേന്ദുവിൻ്റെ വിജയം BJPക്ക് അന്ന് വലിയ ആശ്വാസമായി. ഈ വിജയത്തോടെ 2021 മെയ് മാസം അദ്ദേഹം ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്തു. സുവേന്ദുവിൻ്റെ നന്ദിഗ്രാം വിജയം ചോദ്യം ചെയ്തുകൊണ്ട് മമതാ ബാനർജി കൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി നൽകി. കൂടാതെ അദ്ദേഹത്തിനെതിരെ 25ഓളം ക്രിമിനൽ കേസുകൾ സർക്കാർ ഫയൽ ചെയ്തു. കൊലപാതക ശ്രമം മുതൽ ലൈംഗിക അതിക്രമം വരെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് അതിലെല്ലാം ചുമത്തപ്പെട്ടത്. പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം പലതവണ ആക്രമിക്കപ്പെട്ടു. ഒരിക്കൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പേറുണ്ടായ സംഭവം കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഇടപെടലിന് വരെ കാരണമായി. തൃണമൂൽ നേതാക്കൾ ഉൾപ്പെട്ട ശാരദ ചിട്ടി ഫണ്ട് കേസ് ഉൾപ്പെടെയുള്ള അഴിമതിക്കെതിരെ അദ്ദേഹം നിരന്തരമായി ശബ്ദമുയർത്തി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുവേന്ദു 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. തൻ്റെ സ്വന്തം തട്ടകമായ നന്ദിഗ്രാമിലും മമതയുടെ സിറ്റിംഗ് സീറ്റായ ഭവാനിപ്പൂരിലും. മമതയുടെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായി കരുതപ്പെട്ടിരുന്ന ഭവാനിപ്പൂരിൽ 15,000-ലും മുകളിൽ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം അവരെ പരാജയപ്പെടുത്തിയത്. നന്ദിഗ്രാമിൽ തൻ്റെ മുൻ സഹായിയായ പവിത്ര കാറിനെ 9,655 വോട്ടുകൾക്ക് തോൽപ്പിച്ച് സ്വന്തം മണ്ഡലം നിലനിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 293 സീറ്റുകളിൽ 206 എണ്ണവും തൂത്തുവാരി ബംഗാളിൽ BJP ഭരണം പിടിക്കുമ്പോൾ ആ വിജയത്തിൻ്റെ മുഖം സുവേന്ദു അധികാരി തന്നെയാണ്. ഒരു സാധാരണ സംഘാടകനിൽ നിന്ന് ബംഗാളിൻ്റെ സുൽത്താൻ പദവിയിലേക്ക് സുവേന്ദു അധികാരിയുടെ ദൂരം വളരെ വലുതായിരുന്നു. ആക്രമണ രാഷ്ട്രീയവും അഴിമതിയും നിറഞ്ഞ ബംഗാളിൻ്റെ മുന്നിൽ പുതിയൊരു സൂര്യോദയമായിരിക്കും സുവേന്ദുവിൻ്റെയും BJPയുടെയും വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.